Hello my dears, welcome to today's video. First question, 5 hundreds is equal to how many tens? 5 hundreds, 500 എത്ര പത്തുണ്ട്? 500 500 പത്തല്ല അല്ലേ, 500 ടെൻസ് അല്ല, 5 ടെൻസ് അല്ല, 50 ടെൻസ് ആണോ? യെസ്, 50 പത്താണ് 500 അല്ലേ, 10 പത്തും അല്ല. സോ ഓപ്ഷൻ നമ്പർ C is the right answer. Next question, 110, 230, 360. നെക്സ്റ്റ് ഏതാ നമ്പർ വരിക? യെസ്, അതിൽ അപ്പോൾ ഇവിടെ 110 230 എത്രയാണ് കൂടുന്നത്? 120 അല്ലേ. പിന്നെ 230 360 130 ആണ് കൂടുന്നത്. അപ്പോൾ അടുത്തത് എത്ര കൂടണം? 140. ആദ്യം 230 110 കുറച്ച് നോക്കാം. അപ്പോൾ 120 നമുക്ക് ഉത്തരം കിട്ടുന്നത്. അടുത്തത് 360 230 കുറച്ചപ്പോൾ 130. ഓക്കെ, അപ്പം നമുക്ക് 360 കൂടെ എത്ര കൂടണം? യെസ്, 140 കൂടണം. നമുക്ക് കൂട്ടി വെക്കാം. 360 + 140 0 10 1 500. അപ്പോൾ ഓപ്ഷനിൽ 500 വരുന്നത് ഏതാ ഉള്ളത്? യെസ്, ഓപ്ഷൻ നമ്പർ ബി. പിന്നെ അതിൻ്റെ കൂടെ 140ൻ്റെ കൂടെ കൂട്ടി നമ്മൾ 500 ആക്കി. അപ്പോൾ 500ൻ്റെ കൂടെ ഇതിന് എത്ര വരണം? 150 കൂടണം. അപ്പോൾ 650. അപ്പോൾ ഇതന്നെയാണ് കറക്റ്റ് ആൻസർ. Next question, in which cards the numbers 523, 407 are written? ഈ നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് നമ്പർ 523. ഫസ്റ്റ് നമ്പർ 523 നമുക്ക് എഴുതാം. 523. യെസ്, അതിവിടെയാണുള്ളത്. നെക്സ്റ്റ് 407. ഓക്കെ, കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് വൺ ഈസ് ഈക്വൽ ടു 296? ഇതിലേതാണ് 296? അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കാമല്ലോ. 200 + 90 + 6. യെസ്, ഇത് തന്നെയാണ് കറക്റ്റ്. ഇത് 2 + 9 + 6 അല്ല, 29 + 6 അല്ല, 2 + 96 അല്ല. സോ ഓപ്ഷൻ നമ്പർ എ ആണ് റൈറ്റ് ആൻസർ. നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാണ്. 296 എന്ന് പറഞ്ഞാൽ 200 + 90 + 6 അല്ലേ, ഇതാണ് 296. ക്വസ്റ്റ്യൻ, ഇഫ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ കലണ്ടർ, വാട്ട് ആർ ദ ഡേറ്റ്സ് ഇൻ ദോസ് കോളംസ്? ഇതൊരു കലണ്ടറിൻ്റെ ഭാഗമാണെങ്കിൽ ഇതിലുള്ള ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് നോക്കിയാൽ മതി. ഒരിക്കലും 5ഉം 6ഉം ആയിരിക്കില്ല. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയാണ് 6 വരിക. ഇവിടെ എന്താണ്, 5ൻ്റെ താഴെ എന്തായാലും അതിനേക്കാളും 7 കൂടി വരുന്ന സംഖ്യയാണ് വരേണ്ടത്. അതിൻ്റെ ഇപ്പുറം അതിനേക്കാൾ 8 കൂടി വരുന്ന സംഖ്യ വരണം അല്ലേ. ഈ കലണ്ടറിൽ അങ്ങനെയല്ലേ ഉണ്ടാവും. അപ്പോൾ 5 6 എന്നുള്ള പാറ്റേൺ തെറ്റാണ്. നെക്സ്റ്റ്, 2ഉം 10ഉം ആണോ, 4ഉം 11 ആണോ, 26 30 ആണോ? 26 30 അല്ല. പിന്നെ 2ഉം 10ഉം 4ഉം 11 ആണ് നോക്കേണ്ടത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം 2 എഴുതി നോക്കാം. ഇവിടെ 2 ആണെങ്കിൽ അതിൻ്റെ താഴെ ഏത് നമ്പറാണ് വരിക? 2നോട് 7 കൂട്ട്, 2 + 7 9 അല്ലേ. അപ്പോൾ ഇതിൻ്റെ താഴെ 9 വരിക. അപ്പോൾ 9 വരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? 10 വരും അല്ലേ. അപ്പോൾ 2ഉം 10 എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഓപ്ഷൻ നമ്പർ ബി 2ഉം 10 എന്നുള്ളതാണ് ശരിയായ ഉത്തരം അല്ലേ. 4ഉം 11 എന്നുള്ളത് വരുമോ? ഇവിടെ 4 വന്നു നേരിക്കും. അപ്പോൾ താഴെ എത്രയാണ് വരിക? താഴെ വരുന്ന സംഖ്യ 4ൻ്റെ കൂടെ 7 കൂട്ടുക. 7 4 11. നേരെ താഴെയാണ് 11 വരിക. ഇപ്പുറത്ത് 12 വരില്ല അല്ലേ. ഇപ്പോൾ ഒരു കലണ്ടർ ഇങ്ങനെ വരച്ചാൽ ഇവിടെ 12 ഇങ്ങനെയാണ് വരിക. ഓക്കെ, വിച്ച് വൺ ഈസ് എ റെക്റ്റാങ്കിൾ? ഇതിൽ റെക്റ്റാങ്കിൾ ഏതാ? ഇത് സർക്കിള്, ട്രയാങ്കിള്, റെക്റ്റാങ്കിള്, ഇതോ ഹെക്സഗൺ ആണല്ലേ. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ സി ഈസ് എ റെക്റ്റാങ്കിൾ. Question, look at the floor tiles and see which tile should be placed in the space left. ഈ ഒരു സ്ഥലത്ത് ഏത് ടൈലാണ് വെക്കേണ്ടത് നമുക്ക് നോക്കാം. 1 ആണോ 2 ആണോ? ഇതിലേതോ ഒന്നാണ്. 3 എന്തായാലും അല്ല, 4ഉം അല്ല. ഇനി ഇതാ നോക്കേണ്ടത്. ഇവിടെ എങ്ങനെയുള്ളത്? ലൈൻ ഇതാ ഇങ്ങനെ വില ഇങ്ങനെയുള്ളത്, അത് ബി ആണ്. അപ്പം അതിനോട് തൊട്ട് ഒരിക്കലും അതന്നെ വരില്ല. സോ ഓപ്ഷൻ നമ്പർ എ ആണ് റൈറ്റ് ആൻസർ അല്ലേ. ഇവിടെ ഇങ്ങനെ ആണ് വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് വൺ വിൽ ഗെറ്റ്സ് ദ ആൻസർ 12? ഇതിലേതിൻ്റെ ഉത്തരമാണ് 12 എന്ന് കിട്ടുക, 12 കിട്ടുക?
4 ഡിവൈഡ് ബൈ 3 അല്ല 4 മൈനസ് 3 1 ആണ് 4 പ്ലസ് 3 7 4 ഇൻറ്റു 3 12 സോ ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. കാറ് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമാണ്, പ്ലെയിൻ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ബോയ്സ് ലൈക്ക് എയറോപ്ലെയിൻ. എത്ര ബോയ്സിനാണ് എയറോപ്ലെയിൻ ഇഷ്ടം? 1 2 3 4 5. ആൻസർ 5. ഓപ്ഷൻ നമ്പർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ടൈം ഇൻ ദ ക്ലോക്ക്. ക്ലോക്കിൽ ടൈം എന്താ? 3 o'clock അല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ നമ്പർ 1. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.